ഹായ് ഫ്രണ്ട്സ്, എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഒരു കടലക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കടലക്കറി വെച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിലേക്ക് കടല ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചതച്ച് വെച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ പൊടികളായിട്ട് ഇതാ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, അത് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഇതാ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ഉപ്പ് കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഞാൻ പച്ച നാളികേരം കേട്ടോ എടുത്തിട്ടുള്ളത്, വറുത്തരയ്ക്കൊന്നും ചെയ്തിട്ടില്ല. അതിലേക്ക് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകം എനിക്ക് ഇവിടെ എല്ലാവർക്കും പെരിഞ്ജീരകം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതിൻ്റെ മണം. അങ്ങനെ അതും കൂടെ ഇട്ടിട്ട് അരച്ചിട്ട് ഇതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഉള്ളി മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിന്ന് രാവിലെ പുട്ടിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബായ്.